കിതാബുൽ അദ്കിയയുടെ മുഖദ്ദിമ പ്രിഫേസ് ആണിത്. ഏതൊരു കിതാബുകളും രചനകളൊക്കെ നടക്കുമ്പോൾ അതിനൊരു മുഖദ്ദിമയുണ്ടാകും. ആ കിതാബുകളിൽ പറയുന്ന വിഷയത്തിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് അതിലുണ്ടാവുക. എന്താണ് ഈ കിതാബിൻ്റെ കണ്ടന്റ്, ഒരു മാർഗമാണ് ഇത് അവലംബിച്ചിട്ടുള്ളത്, ശ്രോതാക്കൾക്കും പഠിതാക്കൾക്കും ഇതിൽ നിന്ന് എന്താണ് ലഭിക്കാൻ പോകുന്നത്, ഇതെല്ലാമാണ് മുഖദ്ദിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ബൈത്ത്, അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖി ലിൽ ഉലാ ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില ثم الصلاة على النبي المصطفى والآل مع صحب وتباع بلا. ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്തും ബിസ്മിയും ഹംദും സ്വലാത്തും കൊണ്ടൊക്കെ തുടങ്ങലാണ് അതിൻ്റെ പൂർണ്ണത. ബിസ്മി ചൊല്ലാതെ ഹംദ് ചൊല്ലാതെ ഏതൊരു എടുത്തു പറയത്തക്കതായ മഹത്വമുള്ള കാര്യം തുടങ്ങിയാലും അതെല്ലാം മുറിഞ്ഞു പോകും, അതിൻ്റെ ബറക്കത്ത് പാതി വഴിയിൽ അറ്റുപോകും. നമ്മുടെ ദൃഷ്ടിയ അത് പൂർണ്ണമായിട്ടുണ്ടെങ്കിലും, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് അത് പൂർണ്ണമായിട്ടുണ്ടെങ്കിലും അത് ബറക്കത്തില്ലാതെയായി തീരും. അതുകൊണ്ട് ബിസ്മിയും ഹംദും ഒക്കെ ചൊല്ലിക്കൊണ്ടാണ് നാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. മഹാന്മാർ അവരുടെ രചനകളിലെല്ലാം ആ ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദുആ ചെയ്യുന്ന സമയത്ത് ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് അവിടെ നമ്മൾ തുടങ്ങാറുണ്ട്. ഏതൊരു കാര്യവും, കച്ചവടക്കാരാണെങ്കിൽ രാവിലെ കട തുറക്കുന്ന സമയത്ത് ബിസ്മിയും ഹംദൊക്കെ ചൊല്ലി അവരുടെ കച്ചവടം, കട തുറക്കുക, ബിസിനസ് ആരംഭിക്കുക, നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക, അത് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തത് പാതി വഴിയിൽ വിച്ഛേദിക്കപ്പെടുമെന്നും അവിടുന്ന് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹംദ്. അൽഹംദുലില്ലാ, അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ മുവഫ്ഫിഖി, തൗഫീഖ് നൽകുന്നവനായ. തൗഫീഖ് എന്നൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തൗഫീഖ് നൽകണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ആമീനും പറഞ്ഞിട്ടുണ്ടാകും. എന്താണ് തൗഫീഖ് എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം? തൗഫീഖ് എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, നേരെ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടു കാര്യങ്ങളെ, വിഘടിച്ച് നിൽക്കുന്ന രണ്ട് സംഗതികളെ കമ്പൈൻ ചെയ്യുന്നതിനാണ് തൗഫീഖ് എന്ന് പറയുക. ഇവിടെ വിഘടിച്ച് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെയല്ല, മൂവാവേണ്ടതായ രണ്ട് കാര്യങ്ങളെ പിടിച്ച് കമ്പൈൻ ചെയ്യുക. അപ്പോൾ നന്മ ചെയ്യേണ്ടതായ കാര്യങ്ങൾക്കുള്ള അതിൻ്റെ മീൻസുകളുണ്ട്, അതിൻ്റെ ഉപാധികളുണ്ടാവും. ആ ഉപാധികളെ അതിലേക്ക് ഘടിപ്പിച്ചു നൽകുക. അത് ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. മീൻസ് ഇപ്പോൾ നേരം വെളുത്തു, നമ്മൾ സുബ്ഹി നിസ്കരിച്ചു. ആ സുബ്ഹി നിസ്കരിക്കാനുള്ള മാധ്യമങ്ങളായ നമുക്കുള്ള എനർജി, വുളൂ ചെയ്യാനുള്ള വെള്ളം, അതിന് സംവിധാനം, വീടാണെങ്കിൽ വീട്, പള്ളിയാണെങ്കിൽ പള്ളി, പള്ളിയിലേക്ക് പോകാനുള്ള സംവിധാനം, ഇരുട്ടും പ്രയാസമുള്ള വഴിയൊക്കെ ആണെങ്കിൽ ബൈക്കോ കാറോ നൽകാനുള്ള സംവിധാനം. ഇങ്ങനെ ആ സുബ്ഹി ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ്. അലാറം വെച്ചു കിടന്നപ്പോൾ അലാറം അടിച്ചു ഉണർന്നു, ശരീരത്തിന്റെ ക്ഷീണം മാറി ഉണർന്നു കഴിഞ്ഞ് അപ്പോഴേക്കും അതുവരെ ഇനാക്റ്റീവായിരുന്ന നമ്മുടെ ഊർജങ്ങൾ, ആ ഞരമ്പിലെ രക്തങ്ങൾ, അതിന് സഹായിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഓരോ സംഗതി എടുത്തങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സുബ്ഹി നിസ്കരിച്ചപ്പോഴേക്കും നാം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ധാരാളം മെയിൻ സാധനങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിച്ചു. അത് മെയിൻ സാധനങ്ങൾ, ആ മെയിൻ സാധനങ്ങൾക്ക് ഇനി കുറേ കാറ്റഗറി ഉണ്ട്. അതിൻ്റെ ഒരു സബ് കാറ്റഗറി ഉണ്ട്. ഒന്നുമായി ഇങ്ങനെ കണക്റ്റഡായി ചെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ശൃംഖല. ആ ശൃംഖല രൂപപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. അതിൽ നിന്ന് ഏതെങ്കിലും
ഒരു ഘടകത്തെ അള്ളാഹു താല ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ മറ്റെല്ലാം അവിടെ നിശ്ചലമായി പോകും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗവും ഞരമ്പും ചോരയും മജ്ജയും അങ്ങനെ തുടങ്ങിയ എല്ലാം ഉണ്ട്. ആ നമ്മുടെ രക്തത്തിൽ നിന്ന് അള്ളാഹു താല പൊട്ടാസ്യം എന്നുള്ളൊരു ഘടകത്തെ തീരെ അല്ല, അതിന് കുറച്ച് ഘടകം അത് ഉണ്ടായിരിക്കേണ്ട ഒരു അളവുണ്ട്. ഒരു പൊട്ടാസ്യം ഇത്ര നമ്മളെ ബ്ലഡിൽ ഉണ്ടായിരിക്കുന്ന ഒരളവുണ്ട്. ആ അളവിന് അള്ളാഹു താല കുറച്ചു നേരത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ പാരലൈസ് ആവും. നമുക്ക് പിന്നെ എണിക്കാൻ പറ്റൂല. ശരീരത്തിന്റെ ഏത് ഭാഗം ഉണ്ടായിട്ടോ കാര്യമില്ല, നമുക്ക് എണിക്കാൻ കഴിയില്ല, ഗ്രിപ്പ് കഴിയില്ല. എണിച്ചിട്ട് കട്ടിലിൽ നിന്ന് നമ്മൾ എണിച്ച് കാല് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കനം തൂങ്ങുന്ന ഭാഗത്തേക്ക് തലകുത്തി വീഴും. അപ്പൊ അതെല്ലാം ഉണ്ടായിട്ട് ആ ശരീരത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സുബഹിസ്കരിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിനും തൗഫീഖ് നൽകുന്നതായ അള്ളാഹുവിനാണ് സർവസ്തുതി. അപ്പൊ മഹാന്മാര് അവര് രചന നടത്തുന്ന സമയത്ത് അവരുടെ വിജ്ഞാനങ്ങളെ സമൂഹത്തിലേക്ക് ഇനി കൊടുത്ത് അവർക്ക് നല്ലൊരു അഡ്രസ്സ് വരാൻ പോകുന്ന സമയത്ത് അവർ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും അവർ ഏറ്റെടുക്കില്ല. അതിൻ്റെ ക്രെഡിറ്റ് അവരിലേക്ക് വരാതെ ആ ക്രെഡിറ്റ് നേരെ അള്ളാഹുവിലേക്ക് മാറ്റിവെക്കുന്ന മഹാന്മാരുടെ രചനകളുടെ പരമ്പരാഗത രീതി തന്നെയാണ് ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങളും ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ലിൽ ഉല ഔന്നിത്യത്തിലേക്ക് തൗഫീക്ക് നൽകുന്നതായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഈ സ്തുതി എന്നുള്ളത് അള്ളാഹുവിനേക്കാണ്. വേറെ ആരെയും സ്തുതിച്ചാല് സ്തുതി എന്താവൂല? സ്തുതിയാവുകയില്ല. കാരണം അതിന് പല ഘടകങ്ങളുണ്ട്. മറ്റു ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഒരാളെയും നമ്മൾ എന്തിൻ്റെ പേരിലും സ്തുതിച്ചു കഴിഞ്ഞാൽ ആ സ്തുതിച്ച ആൾക്കും മറ്റൊരാളെ സ്തുതിക്കേണ്ട ഘട്ടം വരും. അപ്പൊ നമ്മുടെ സ്തുതി ഒരിക്കലും നമ്മളതിൽ സമ്പൂർണമായിട്ടുണ്ടാവില്ല. അപ്പൊ സമ്പൂർണമായ സ്തുതിക്കണമെങ്കിൽ ആരെ സെലക്ട് ചെയ്യലാണ് നടക്കുള്ളൂ? അള്ളാഹിനെ സെലക്ട് ചെയ്യലേ നടക്കുള്ളൂ. ഇനി അള്ളാഹുവിനെ സെലക്ട് ചെയ്തു, അള്ളാഹുവിനേക്കാണ് സർവ്വസ്തുതിയും എന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. നമുക്ക് സ്തുതി എന്താവില്ല, ചെയ്യാൻ കഴിയില്ല. എന്താ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ പിന്നെ എഗെയിൻസ്റ്റിലാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അതിന് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇത്ര വരെ 40 വയസ്സ് വരെ 37 വയസ്സ് വരെ നമ്മൾ സ്വീകരിച്ച സമയത്ത് ഓരോ ഇടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച അനുഗ്രഹങ്ങളുടെ തോത് നമുക്ക് പറയാൻ പറ്റൂല. അത് ഒരു അനുഗ്രഹത്തെ തന്നെ ചുറ്റിക്കൊണ്ട് എത്ര അനുഗ്രഹങ്ങൾ, ധാരാളം അനുഗ്രഹങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്ലഡിലെ ഒരു പൊട്ടാസ്യത്തിൻ്റെ അളവിന് അള്ളാഹു താല നിലനിർത്തുന്നുണ്ട്. ആ പൊട്ടാസ്യത്തിൻ്റെ അളവിനെ നിലനിർത്താൻ വേറൊരുപാട് ഘടകങ്ങൾ അവിടെ ആശ്രയിച്ചിരിക്കും. ബ്ലഡിൽ പൊട്ടാസ്യത്തിൻ്റെ അളവിനെ നിർണ്ണയിച്ചാൽ പോലെ ആ ബ്ലഡ് നമ്മുടെ സ്കിന്നിനെ താങ്ങിയിരിക്കണം, പുറത്തേക്ക് വരാതിരിക്കണം. അപ്പോൾ ആ സ്കിന്ന് അത്രക്കും ഡെവലപ്പായിട്ടിരിക്കണം. ബ്ലഡിൻ്റെ ഒരു സ്വഭാവത്തെ കീപ്പ് ചെയ്തുകൊണ്ട് ചൂടും തണുപ്പ് കട്ട പിടിച്ചിട്ട് അത് കോട്ടാവാതെ, എന്നാൽ ഓവർ ലൂസായിക്കൊണ്ട് നമ്മുടെ ബ്ലഡിൻ്റെ സ്കിന്നിലൂടെ പുറത്തു വരാത്ത രീതിയിൽ. ഇപ്പം നമ്മുടെ ഹാർട്ടിൽ നിന്നൊക്കെ ബ്ലഡ് ലൂസായിട്ട് വായക്കൂടെ പുറത്തു വരാൻ വന്നൂടെ? നഖത്തിന് വിടവുണ്ടായിട്ട് വന്നൂടെ? ശരീരത്തിൽ നിലവിൽ മുറിയില്ല ഭാഗത്തേക്ക് അവിടെ മുറിയായ ഉടനെ കുറച്ചു സമയം കഴിഞ്ഞാൽ ബ്ലഡ് അവിടെ കട്ട പിടിക്കുന്നുണ്ട്. ആ ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഘടകത്തെ അള്ളാഹു തആല അവിടെ പരിപാലിച്ചു പോരുന്നുണ്ട്. ചില ആളുകൾക്ക് കട്ട പിടിക്കൽ ഓവറായി കഴിഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഐസ് പോലെ നമ്മുടെ കാൽമുട്ടിൻ്റെ ഭാഗത്ത് ബ്ലഡ് ആയി കഴിഞ്ഞാൽ കാല് മടക്കാൻ പറ്റൂല, അസഹനീയമായ വേദനയായിരിക്കും. അല്ലാ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹത്തെ തന്നെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾക്ക് വി ക്യാൻ നെവർ ബി താങ്ക്ഫുൾ ടു അള്ളാഹ്. ഒരിക്കലും നമുക്ക് അള്ളാഹുവിന് താങ്ക്ഫുൾ ആക്കാൻ കഴിയുകയില്ല. നമുക്കൊരിക്കലും നന്ദി ചെയ്തു വീട്ടാൻ കഴിയുകയില്ല. ബിക്കോസ് നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തന്നെ ഒരു പിന്നെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അള്ളാഹു നന്ദി ചെയ്യുക. അപ്പം നമ്മളെങ്ങനെ അള്ളാഹുവിന് നന്ദി ചെയ്യുക? ഒന്ന്, ഓരോ അവയവങ്ങളുടെയും നന്ദി ആ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ആകെ മൊത്തം അള്ളാഹുവിന് നന്ദി ആയിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്?
ഈ അള്ളാഹു താല ഇപ്പോൾ ചെയ്ത 6-9 വരെ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് 6-9 തൻ്റെ ശരീരത്തെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ 6-9 തൻ്റെ ശരീരത്തെ അവൻ ഉപയോഗിച്ചു. അതിന് ഇനി 6-10 എന്ത് ചെയ്യണം? വേറെ ശുക്ർ ചെയ്യണം. അപ്പോൾ 6-10 ശരീരത്തെ ഉപയോഗിച്ചതിന് 6-11 6-11 6-12 അങ്ങനെ അത് നെവർ എൻഡിങ് പ്രോസസ്സായിട്ട് മാറും അള്ളാഹുവിനെ ശുക്ർ കൊടുക്കുക എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ഉപയോഗിച്ചതിന് നന്ദി കൊടുക്കണേ. ആ അനുഗ്രഹത്തിന് നന്ദി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നെവർ എൻഡിങ് പ്രോസസ്സായിട്ട് കാര്യം എന്ത് ചെയ്യുക? അത് മാറുക. നമ്മളെ മകളുടെ കല്യാണത്തിന്, നമ്മുടെ വീട് കുടിയിരിക്കലിന് സഹായിച്ച ഒരാൾ സമാനമായ ഒരവസ്ഥ അദ്ദേഹത്തിന് വരുമ്പോൾ അവരുടെ മകളുടെ കല്യാണത്തിനോ കുടിയിരിക്കലിനോ അതുപോലെ നമ്മൾ പണം കൊടുത്തും സഹായിച്ച് മനസ്സിലൊരു റാഹത്തോ പെരുങ്ങട് തന്ന് തിരിച്ചാണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് അങ്ങനെ രണ്ട് രീതിയിലേ വന്ന് എന്നതുപോലെ അള്ളാഹു തന്നൊരു അനുഗ്രഹത്തിന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാ പറയാൻ വേണ്ടി ഇപ്പം എന്തൊക്കെ മോന് ഉപയോഗിച്ച്? നാവ് ഉപയോഗിച്ച്. ആ നാവിന് എങ്ങനെ വോയിസ് വന്നത് ആർക്കെങ്കിലും അറിയോ? നമ്മളൊരു അറുത്തിട്ട ഒരു പശുവിൻ്റെ പോത്തിൻ്റെയോ നാവ് എടുത്തുകൊണ്ട് നമ്മളവിടെ ഫിറ്റ് ചെയ്താൽ അവിടെ വോയിസ് വരില്ല. എങ്ങനെയാണ് അവിടെ വോയിസ് ഉണ്ടാവുന്നത്? അള്ളാഹുവിനക്ക് മാത്രമാണ് അതറിയാം. വോയിസ് ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? ചങ്കെന്നാണ് വരുന്നത്? നാവെന്നാണ് വരുന്നത്? അത് അള്ളാഹുവിനെ അറിയാം. അത് ആ ഇറച്ചി ഒരു നിശ്ചിതമായ സ്ഥലങ്ങൾ തട്ടുമ്പോഴാണ് വോയിസ് വരുന്നത്. അള്ളാഹുവിനെ അറിയാം. മഹറജൊക്കെ പഠിക്കുന്ന സമയത്ത്, തജ്വീദ് പഠിക്കുന്ന സമയത്ത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് തട്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കണം. നാവിൻ്റെ മുൻതലപ്പ് പല്ലിൻ്റെ മുൻപല്ലിൻ്റെ മുരടിലേക്ക് ചേർത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ എവിടുന്നാണ് ആ ശബ്ദം വരുന്നത്? അള്ളാഹുവിനറിയാം. ആ പ്രോസസ്സുകൾ എങ്ങനെയാണ്? അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നാവുള്ളവരെല്ലാം സംസാരിക്കുമായിരുന്നു. അറുത്തിട്ട് നാവ് പോലും സംസാരിക്കുമായിരുന്നു? ഇല്ല. അപ്പം അത് ഒരു നിശ്ചിത അള്ളാഹു തആല ഓരോ സെക്കൻഡിലും അവിടെ സെക്കൻഡിനെ ഒന്നും കൂടി ചുരുക്കിക്കൊണ്ട് ഓരോ മൈക്രോ സെക്കൻഡിലും നാനോ സെക്കൻഡിലും അള്ളാഹു തആല കൊടുക്കുന്ന ആ അനുഗ്രഹങ്ങളുടെ തോതനുസരിച്ചാണ് സംസാരിക്കുന്നതും കേൾക്കുന്നതും മണക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും ചലിക്കുന്നതും. നമ്മുടെ ആ 5th സെൻസിൻ്റെ മെയിൻ വർക്ക് നടക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെയും അതിങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ വലിച്ചു കുടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അള്ളാഹുവിന് നന്ദി ചെയ്ത് വീട്ടാൻ കഴിയുകയില്ല. പിന്നെ ഇപ്പം നമുക്ക് എന്തേ ഉള്ളൂ? ബട്ട് സ്റ്റിൽ വി ആർ ട്രൈയിങ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാ നമ്മോട് പറഞ്ഞിട്ടില്ലേ. നമ്മോട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറഞ്ഞു. നമ്മൾ നന്ദി കാണിക്കുക. അപ്പം അനുഗ്രഹത്തിന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? നന്ദി കാണിച്ചു കൊണ്ടിരിക്കുക. അതേ നമുക്കുള്ളൂ. അത് സമ്പൂർണ്ണമാകും എന്നുള്ളത് ഒരിക്കലും ഇല്ല. അപ്പോൾ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തിന് പോലും നമുക്ക് ഇപ്പം മിനിമം ഈ ദുനിയാവിനെ കാണാൻ അള്ളാഹു തആല കണ്ണു തന്ന ആ കാഴ്ചക്ക് തന്നെ നമ്മുടെ ഈ ജീവിതം മുഴുക്കെ നമ്മൾ ഇബാദത്തിൽ നിന്നാലും അതിനൊക്കെയുള്ള നന്ദി വീട്ടാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇപ്പം അടുത്ത് ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹം പറയാണ്, എന്നൊരു ഒത്ത മനുഷ്യൻ്റെ ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയത്തിന് സമാനമായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഹൃദയം ഉണ്ടാക്കുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യലായിട്ട് ഇൻ്റലിജൻസ് സ്റ്റോർ ചെയ്ത സേവ്ഡായ ചാറ്റ് GPT പോലത്തെ മെമ്മറിയെ കുറിച്ചല്ല പറയുന്നത്, അതുപോലത്തെ ഒരു ഹാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, അദ്ദേഹം പറയാം അതൊരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ 500 കോടിയോളം രൂപയുടെ ചെലവ് വരുന്ന അദ്ദേഹം പറഞ്ഞു. 500 കോടിയോളം രൂപയുടെ ചെലവ് ഒരു ഹാർട്ട് ഉണ്ടാക്കാൻ ചെലവ് വരുന്നുള്ളതാണ്. അപ്പം ഇനി ആ ഹാർട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ, ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് കൃത്യമായി നടക്കാൻ, അതിൻ്റെ ഹാർട്ടിലൊരു ഫങ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ രക്തത്തെ ശുദ്ധീകരിച്ച് എല്ലാ ഭാഗത്തേക്കും ശുദ്ധരക്തങ്ങളെ സപ്ലൈ ചെയ്യുന്ന ആ ഹാർട്ടിൻ്റെ ആ ഒരു പ്രോസസ്സ് നടക്കാൻ, ഇനി അതിലേക്കുള്ള ഇത് കൊടുക്കുന്ന ബ്രെയിനായി വർക്ക് ചെയ്യുന്ന തലച്ചോറിനെ കുറിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ ഹാർട്ടിനെ കുറിച്ചാണ് എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കൃത്യമായ ഒരു മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. ഇനി കഴിയുകയാണെങ്കിൽ തന്നെ അനന്തമായ കോടിയുടെ ചിലവുകൾ അതിന് വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ഒരു മനുഷ്യനെ ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ അതാണ് അവിടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വില. ഇതിനൊക്കെ എക്യുപ്മെൻറ്റുകൾക്കും
മെഷീൻ സാധനങ്ങൾക്കുമൊക്കെ ഒരു കൃത്യമായൊരു വില അതിൻ്റെ മാനുഫാക്ചർ വെച്ച് തീരുമാനിക്കാം. ഇത്ര ചെലവിൽ ഒരു വണ്ടി ഉണ്ടാക്കി, ആ വണ്ടിയുടെ മാനുഫാക്ചർ ചെലവ് ഇതാണ്, അതിന് ടാക്സ് ഇതാണ്, അതിൻ്റെ ലേബർ ചെലവ് ഇതാണെന്ന് വെച്ചാൽ അതിനൊരു വിലയിടാം. പക്ഷെ ഒരു മനുഷ്യന്റെ ആ സമയത്തിനും അവന്റെ അധ്വാനത്തിനും വിലയിടാൻ എന്താവില്ല, കഴിയില്ല. കാരണം അവന്റെ മാനുഫാക്ചർ ചെലവ് ഹൂ വിൽ ഡിസൈഡ്? ആരാണ് അവന്റെ മാനുഫാക്ചർ ചെലവ് ഡിസൈഡ് ചെയ്യുക? ഇല്ല, ഡിസൈഡ് ചെയ്യില്ല. അപ്പോൾ അവന്റെ ഹ്യൂമൻ റിസോഴ്സിന്റെ, മനുഷ്യന്റെ ആ ഒരു അധ്വാനത്തിന്റെ വില ഒരിക്കലും ഇടാൻ കഴിയില്ല. പക്ഷെ ഒരു നിലക്ക്, ഒരു കണക്ക് എന്ന നിലക്ക് അതൊരു വില കൂട്ടിയിട്ടാണ് ഒരാളുടെ ജോലിക്ക് ഇത്ര പൈസ, ഇന്ന കമ്പനിയിൽ ഇത്ര ജോലി ചെയ്താൽ, അത് 8 മണിക്കൂർ ജോലി ചെയ്താൽ പല തോതിലുമുള്ള അവിടെ ശമ്പളവും വെയ്ജും ഒക്കെ ഒരു സ്കെയിലിംഗ് ചെയ്യുന്നത്. അതൊരു സങ്കല്പത്തിലുള്ള, കാരണം അവന്റെ ഈ മാനുഫാക്ചറിന്റെ വില ഈടാക്കാൻ കഴിയുകയില്ല. അപ്പൊ നമുക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരിക്കലും കഴിയുകയില്ല. മറിച്ച് എന്തു ചെയ്യാം? നന്ദി നമ്മൾ കാണിക്കുന്നു എന്ന് പറയാം. ആ നന്ദി കാണിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് കിടപിടിക്കുന്ന ഒരു നന്ദി നമ്മൾ കാണിക്കുന്നു എന്നെന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ അരികിൽ അതിന് കൂലി കിട്ടും. അള്ളാഹു അതേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. നമ്മോട് അള്ളാഹു തആല അംഗീകരിക്കാനാണ് പറഞ്ഞത്. അള്ളാഹു ഇലാഹാണെന്നും ഈ സർവ്വലോകങ്ങളെയുടെയും ആരാധനക്ക് അർഹൻ അള്ളാഹു ആണെന്ന് നമ്മളോട് വാസ്തവമാക്കാനാണ് പറഞ്ഞത്. നമ്മളത് പറയുമ്പോൾ അള്ളാഹു അങ്ങനെ ആകില്ല. ഈമാൻ എന്ന് പറഞ്ഞത് തസ്ദീഖ് ചെയ്യുക, നമ്മളത് വാസ്തവമാക്കുക, അംഗീകരിച്ചു കൊടുക്കുക. എല്ലാം അള്ളാഹുവിന്റെ ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു ഏകനാണ്, ഇലാഹാണ്, സ്വമദാണ്, അഹദാണ്, ഗഫൂറാണ്, ഗഫാറാണ്, പരിപാലകനാണ് എന്നുള്ളതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഹംദും സമ്പൂർണമായും അള്ളാഹുവിനാണ് എന്നുള്ളതും അംഗീകരിച്ചു കൊടുക്കുക. ആ ഹംദ് ഒരിക്കലും ചെയ്തു വീട്ടാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ള ആ നിസ്സാര ഭാവമാണ് ഇബാദത്തിന്റെ പൂർണ്ണത. അതാണ് വിനയം, ഒതുക്കം എന്നൊക്കെ പറയുന്നത്. അതാണ് അള്ളാഹു നമ്മിൽ നിന്ന് അള്ളാഹു താല ആവശ്യപ്പെടുന്നത്. ആ ഹംദാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞത് അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖ് ലിൽ ഉലാ ഹംദൻ യുവാഫി. ഒരു ഹംദിന് അള്ളാഹുവിന് കൊടുക്കുന്നു. എങ്ങനത്തെ ഹംദാണ്? യുവാഫി, അത് കിടപിടിക്കും, ബിർറഹു, അള്ളാഹുവിന്റെ ഗുണം ചെയ്യലിനിക്ക്, അൽ മുതകാമില, സമ്പൂർണമായ. അപ്പൊ അള്ളാഹുവിന്റെ പരിപൂർണമായ ആ ബിർറിനിക്ക് കിടപിടിക്കുന്ന ഒരു ഹംദിനെ ഔന്നിത്യത്തിലേക്ക് വഴി നടത്തുന്ന അള്ളാഹുവിനിക്കാണ്. അതാണ് ഇപ്പൊ അതിന്റെ ആകമൊത്തം ഷോർട്ടായ ഒരു അർത്ഥം. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന ആ ബിർറ് സമ്പൂർണമാണ്. ഇവിടെ മഹാനായ മഖ്ദൂം തങ്ങൾ വൈജ്ഞാനിക സംബന്ധിയായ ഒരു കാര്യത്തിന് ഇരിക്കുമ്പോൾ അവിടെ അള്ളാഹു കൊടുത്ത പൂർണ്ണമായ ബിർറ് എന്ന് പറയുമ്പോൾ അത് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അത് രചനയാക്കാനും ഒക്കെയുള്ള അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് മഹാനറുകൾ ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഇടത്തും ഓരോ തരത്തിലുള്ള ബിർറുകളായിരിക്കും ഉണ്ടാവുക. മഹാന്മാര് ഇപ്പൊ രചനക്കിരിക്കുമ്പോൾ ഈ രചനക്ക് തൗഫീക്ക് നൽകിയതിന്റെ പേരിലുള്ളതുണ്ടാവും, വേറെ നിലക്കാവുമ്പോൾ വേറെ നിലക്കുണ്ടാവും. അപ്പോൾ ഓരോ ഇടത്തും സൂട്ടായ രീതിയിലാണ് ബിസ്മി വരിക. ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്ന ബിസ്മിയുടെ ഉദ്ദേശം എന്താ? ബിസ്മില്ലാഹി, അള്ളാഹ് റഹ്മാനായ റഹീമായ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് ബറക്കത്തെടുത്തിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകനും വിദ്യാർത്ഥികളും ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അത് പഠിക്കുന്നു, അധ്യാപകൻ അത് പഠിപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് വഴിയിറങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് ബർക്കത്തെടുത്തവനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഇടത്തും ആ ബിസ്മിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അതിനങ്ങനെ താല്ലുക്ക് എന്ന് പറയും. സന്ദർഭത്തിനോടൊത്ത് അത് വരും. അതുപോലെ തന്നെ ഹംദിനെ നമുക്ക് ജനറൽ ആയിട്ടും കൊടുക്കാം. ഓരോ സന്ദർഭത്തിലുള്ള ആ ഹംദിനെ അപ്രകാരം എടുത്ത് അപ്രകാരം കൊടുക്കാം. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനികമായ ഔന്നിത്യത്തിലേക്ക് വഴി നടത്തിയ, അതിൻ്റെ എല്ലാ കാര്യകാരണങ്ങളെയും അതിൻ്റെ മീൻസ് ഓഫ് ലിവിങ്ങിനെ നമുക്ക് സപ്ലൈ ചെയ്തു തന്ന
അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദർഭികമായ ഒരു ആ, പുകഴ്ത്തലും ഉണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. ലോക ജനതയെ പരിപാലിക്കുന്നവനായ റബ്ബായ പരിപാലനത്തിനാണ് അല്ലാഹു തആല അവിടെ ഫാത്തിഹയിലൂടെ ഹംദ് എടുത്ത് പറഞ്ഞത്. അപ്പൊ സൃഷ്ടിച്ചവൻ അവനാണ്, ഭക്ഷണം കൊടുക്കുന്നവനാണ്. അപ്പൊ ഈ റബ്ബ് എന്ന് പറഞ്ഞ ആ തെർബിയത്തിന്റെ ഒരു ഹംദാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ സന്ദർഭത്തിലും ഓരോന്നുണ്ടാവും. ചിലയിടത്ത് റബ്ബ് എന്ന് പറയാതെ അൽഹംദുലില്ലാ എന്ന് പറയും. അതെന്താണോ എന്നുള്ളത് അങ്ങനെയും പറയും. അത് ഓരോ ഇടത്തുള്ള അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇൻ ടോട്ടൽ അൽഹംദു ലില്ലാ, അത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ലില്ലാഹ് എന്ന് പറഞ്ഞ ഇലാഹായ, ആരാധനക്ക് അർഹനായ അള്ളാഹുവിന്. അപ്പൊ അള്ളാഹു ആരാധനക്ക് അർഹനാവുക എന്നുള്ളത് തന്നെയാണ് ആ ഹംദ് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പൊ ആരാധനക്ക് അർഹനായവനെയാണ് ഹംദ് ചെയ്യുക എന്നുള്ളതും, ആരാധനക്ക് അർഹനായവൻക്ക് അവന് ഹംദാണ് ചെയ്യേണ്ടത് എന്നും ആ വാക്കുകളിൽ നിന്ന് നാം പഠിച്ചു. അപ്പൊ ഒന്നും കൂടെ, അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖിൽ ഉലാ ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില ثم الصلاة على النبي المصطفى والآل مع صحب وتباع بلا. ثم الصلاة, സ്വലാത്താണ് ഇനിയുള്ളത്. അപ്പൊ ഹംദുൽ കഴിഞ്ഞു, ബിസ്മിൽ കഴിഞ്ഞു, സ്വലാത്തു അല്ലണം. അത് ആരുടെ മേലാലും നബിയുടെ മേലിൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ഗുണം എന്നാണ് അതിന്റെ അർത്ഥം. ഗുണം, രക്ഷ. ഇവിടെ സലാം അതിൽ പറയാത്തത് കൊണ്ട് സലാമിലും കൂടെ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വലാത്താണ് മുത്തുനബിക്ക്. അത് അസ്വലാത്തു, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും മലക്കുകളിൽ നിന്നുള്ള സ്വലാത്തും ഒക്കെ സത്യവിശ്വാസികളായ നമ്മൾ പറയുമ്പോൾ അത് വ്യത്യാസമാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുക. സ്വലാത്ത്, മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് വേറെ, മലക്കുകളുടെ സ്വലാത്ത് വേറെ, അള്ളാഹുവിന്റെ സ്വലാത്ത് വേറെ. അതാണ് അള്ളാഹു തആല ഇന്നല്ലാഹ, അള്ളാഹും മലായികത്തും, മലക്കുകളും, അള്ളയും മലക്കുകളൊക്കെ മുത്തുനബിയുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മാതിരിയുള്ള സ്വലാത്താണ് അള്ളാഹിന്റെ സ്വലാത്ത് അല്ല. അള്ളാഹിന്റെ സ്വലാത്ത് ഡിഫറന്റ്. കാരണം അള്ളാഹു തആല സൃഷ്ടികളോട് വ്യത്യാസമായി നിൽക്കുന്ന ആളാണ്, അല്ലെ? പിന്നെ മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, എല്ലാ നിലക്കും സൃഷ്ടികളോട് അള്ളാഹു തആല വ്യത്യസ്തത പുലർത്തുന്ന ആളാണ്. അപ്പൊ സൃഷ്ടികൾ ചെയ്യുന്ന മാതിരിയല്ല അള്ളാഹിന്റെ ചെയ്യുക. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന മാതിരി അള്ളാഹിന്റെ സ്വലാത്ത് അല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ, ആ മലക്കുകൾ ചൊല്ലുന്ന മാതിരിയാണ് അള്ളാഹിന്റെ സ്വലാത്ത് അല്ല. അപ്പൊ അള്ളാഹിന്റെ സ്വലാത്ത് വേറെ, മലക്കുകളുടെ സ്വലാത്ത് വേറെ, നമ്മളെ സ്വലാത്ത് വേറെ. അപ്പൊ അസ്വലാത്തു, അപ്പൊ ഈ സ്വലാത്ത് എന്നുള്ളതായിട്ടുള്ളത് എന്തുണ്ടോ അത്, ഇപ്പൊ മലക്കുകളുടെ സ്വലാത്തും അള്ളാഹിന്റെ സ്വലാത്തും മുത്തുനബിയുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാല് അത് അള്ളാഹു സ്വലാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ എന്താണ്, നമ്മുടെ പ്രാർത്ഥനയാണ് മുത്തുനബിക്കുള്ള സ്വലാത്ത്. കാരണം മുത്തുനബിക്ക് ആ സമ്പൂർണമായ രീതിയിൽ അവിടുത്തെ സ്ഥാനത്തേക്ക് അർഹിക്കുന്ന രീതിയിൽ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് എന്താവില്ല, കഴിയില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തേ കഴിയുള്ളൂ? അള്ളാഹു കൊടുക്കുന്ന ഒരു സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പറയുക. അതാണ് നമ്മുടെ സ്വലാത്ത് എന്ന് പറഞ്ഞ. അള്ളാഹുമ്മ സ്വല്ലി, അള്ളാഹു നീ സ്വലാത്തു ചൊല്ലി എന്നാണല്ലോ പറയണേ. അള്ളാഹു നീ സ്വലാത്തു ചൊല്ലി എന്നാ പറഞ്ഞ. ഇലാഹായ അള്ളാഹ്, സമ്പൂർണനായ അള്ളാഹ്, സർവ്വ സൃഷ്ടികളെയും പരിപാലിക്കുന്നവനായ അള്ളാഹ്, തിരുനബിയുടെ ഖദറും മഹത്വവും അറിയുന്ന റബ്ബേ, ആ തിരുനബിയുടെ റൂഹിനെ പടച്ച റബ്ബേ, ആ തിരുനബിയെ സമ്പൂർണനാക്കി ഞങ്ങളിലേക്ക് പറഞ്ഞയച്ച റബ്ബേ, നീ ആ സ്വലാത്ത് നിന്റെ നബിയുടെ മേൽ കൊടുക്ക്. അതാണ് നമ്മുടെ റോള്. ഇനിയിപ്പോ നമ്മള് മുസ്വല്ലി എന്ന് പറഞ്ഞാലും, ഞാൻ സ്വലാത്തു എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞ സ്വലാത്ത് അള്ളാഹു നബിയുടെ മേൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വലാത്ത് അള്ളാഹിന്റെ തന്നെയാണ് അൾട്ടിമേറ്റ് സ്വലാത്തായിട്ടുള്ളത്. നമ്മോട് ചെയ്യാൻ പറഞ്ഞ സ്വലാത്ത് എന്താ? സൊല്ലു അള്ളാഹു താല പറഞ്ഞ സ്വലാത്ത് എന്താ? അത് അള്ളാഹുവിനോട് തന്നെ പറയുന്നത്. അള്ളാഹു എന്നെ സ്വലാത്ത് ചെയ്തല്ല. അള്ളാഹ് ഇങ്ങോട്ട് പറയാ നീ സ്വലാത്തില്ലേ, അള്ളാഹ് സൊല്ലു പറഞ്ഞ നമ്മളോട് കൽപ്പിക്കുക.
നമ്മൾ തിരിച്ച് അള്ളാഹിനോട് അങ്ങോട്ടും കൽപ്പിക്കുക അള്ളാഹുമ്മ സല്ലി. ചിന്തിച്ചിക്കണം നിങ്ങൾ ആ ഒരു പിന്നെ വൈചാര്യം ശ്രദ്ധിച്ചിക്കണം. ഉസ്താദ് കുട്ടികളോട് പറയാ, എടാ ഈ ബെഞ്ചും ടേബിളൊക്കെ എടുത്തിട്. അല്ല, ഉസ്താദിന്റെ ടേബിളും ബെഞ്ചും എടുത്തിടി. അതെ, ഉസ്താദ് കുട്ടികളോട് എടുത്തിടൂ, ബെഞ്ചും ടേബിളും എടുത്തിടൂ. ഇപ്പൊ കുട്ടികൾ ഉസ്താദ് എടുത്തിടൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കണം എന്താ, അല്ലാ ഈ ബെഞ്ചും ടേബിളൊക്കെ ഇത്ര രാവിലെ തന്നെ വന്ന് ഈ തണുപ്പാൻ കാലത്ത് ഞങ്ങൾ അത് എടുത്തിട്ട് അതിന് കൃത്യമായ സ്ഥലത്തേക്ക് വെക്കാൻ കഴിയില്ല ഉസ്താദെ. ഉസ്താദ് ആകുന്ന അങ്ങു തന്നെ ആ ബെഞ്ചും ഡെസ്കൊക്കെ എടുത്ത് അതിന് കൃത്യ പോലെയല്ല, അല്ലെങ്കിൽ അതുപോലെയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പൊ അള്ളാഹു സ്വലാത്തുല്ലാം പറയുന്നത്, അപ്പൊ നമ്മൾ പറയാ അള്ളാഹുവെ ആ നബിയുടെ മഹത്വത്തിനും എല്ലാം യോജിച്ച രീതിയിൽ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, നീ തന്നെ ആ സ്വലാത്ത് ചൊല്ലി റബ്ബേ എന്ന് പറയുന്നതാണ് സ്വലാത്തിന്റെ ഒരു. അപ്പൊ നമുക്ക് ഒരു സ്വലാത്ത് പോലും നമുക്ക് ചൊല്ലാൻ കഴിയില്ല എന്ന് നമ്മൾ സമ്മതിച്ചു. അള്ളാഹുവിനക്ക് ഹംദ് ചൊല്ലാൻ പറ്റൂല എന്ന് നമ്മളിപ്പോ എന്ത് ചെയ്തു, നമ്മളെ കൊണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്ത് മനുഷ്യന്റെ നിസാരത നേരം വെളുത്തപ്പോഴേക്കും നമ്മളിപ്പോ തീരുമാനാക്കി. ഹംദും എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയില്ല, സ്വലാത്തും എല്ലാവരും എന്തായാലും കഴിയില്ല. പിന്നെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാ, നമ്മൾ ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ തന്നെ കാണിച്ചു കൊടുക്കുക. അള്ളാഹ് ഈ പറഞ്ഞ മാതിരി ഹംദ് ചൊല്ലുന്നുണ്ട് കേട്ടോ, അതിന്റെ റിസൾട്ട് നിനക്ക് അറിയുകയുള്ളൂ. പഠിച്ചോനെ നീ പറഞ്ഞ മാതിരി മുത്തുനബിക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കേട്ടോ, അത് എന്നെയാണ് ചെയ്യേണ്ടത്, അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നിനക്ക് അറിയുകയുള്ളൂ. മാഷാ അള്ളാഹ്. അൽ മുസ്തഫ, മുസ്തഫയായ നബി. മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട. അള്ളാഹു താല മുത്തുനബിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സെലക്ട് ചെയ്യണ സമയത്ത് ഓരോ സെലക്ഷൻ ഉണ്ടാവും. ഓരോ മേഖലയിൽ അദ്ദേഹത്തിന്റെ ബേസിക് ക്വാളിറ്റിയെ സെലക്ട് ചെയ്ത് അത് മറ്റുള്ള ആളുകളിൽ നിന്ന് മാറി പിന്നെ ഓരോ 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 സ്റ്റേജ് വന്ന് ഓരോ പൊസിഷൻ എത്തുന്ന സമയത്ത് ഓരോ സ്റ്റേജുകളുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു താല അലമുൽ അർവാഹ് മുതൽ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ഓരോ ഘട്ടത്തിലും അള്ളാഹു താല സെലക്ട് ചെയ്തു. അവിടുത്തെ കൊടുത്ത ഗോത്രത്തിൽ, പരമ്പരയിൽ, കുടുംബത്തിൽ, മാതാപിതാക്കളിൽ, അവിടുന്ന് ജനിച്ച നാട്ടിൽ, അവിടുന്ന് വളർന്ന പരിസ്ഥിതിയിൽ, അവിടുത്തെ ഗ്രൂപ്പിൽ, എല്ലാത്തിലും ഓരോ സെലക്റ്റഡ്. ഏതിലാണോ അവിടെ നിന്നുണ്ടായിരുന്ന ആ ഒരു ശ്രേണി, അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുത്തുനബിനെ അള്ളാഹു താല തിരഞ്ഞെടുത്തു. അപ്പൊ ഉത്തമ സമുദായത്തിൽ, ഉത്തമ കുടുംബത്തിൽ, ഉത്തമ വംശത്തിൽ, ഉത്തമ വിഭാഗത്തിൽ, ഇങ്ങനെ എല്ലാ ഇടത്തും അള്ളാഹു താല മുത്തുനബിനെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ട് ചെയ്തു പറഞ്ഞാൽ ഓരോ ഇടത്തും കയറി വന്നേക്കാവുന്ന കുറവുകൾ ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു താല എന്ത് ചെയ്തു, മുത്തുനബിനെ തിരഞ്ഞെടുത്തു. മുസ്തഫ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ട, എഡിറ്റ് ചെയ്യപ്പെട്ട, ഇനി അങ്ങോട്ടൊന്നും കൂട്ടാനും ഇല്ലാത്ത, കുറക്കാനും എന്തായാലും ഇല്ലാത്ത, കൃത്യമായ ഇസ്തിഫാ നടന്ന സെലക്റ്റഡായ മുത്തുനബി. ആ മുത്തുനബിയുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ, വൽ ആലി, അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും ഉണ്ടാവട്ടെ. ഈ ദീന് ഇവിടെ നിലനിൽക്കാൻ അത് അള്ളാഹു തആല മുത്തുനബിയുടെ ഉദ്ദേശിച്ചതുപോലെ ഭൗമലോകത്ത് അത് വർക്കാവാൻ, ചാലുവാകാൻ വലിയ പങ്കു വഹിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങൾ. താങ്ങും തണലുമായി കൂടെ നിന്നവരാണ് കുടുംബങ്ങൾ. അതുപോലെ തന്നെ സ്വഹബിൻ, ആ സ്വഹാബാക്കളും അവിടത്തോട് സഹവസിച്ചുകൊണ്ട് ആ സ്വഹാബത്ത് സ്വീകരിച്ച ദീൻ നബിയിൽ നിന്ന് അപ്പാടെ പകർത്തി വരും തലമുറകളിലേക്ക് അങ്ങനെ പകർന്നവരാണ് സ്വഹാബത്ത്. വലിയ ലോകത്തുള്ള ഏറ്റവും വലിയ ടീം വർക്ക് നടത്തിയ ആളുകളാണ് അവർ. അവരുടെ അത്ര പരിശുദ്ധമായ ടീം വർക്ക് നടത്തിയ ആരുമില്ല. അവിടുത്തെ അത്ര ആ സ്വഹാബത്തിന്റെ അത്ര പ്രയാസം സഹിച്ച ഒരു ടീം വർക്കും ഇനി ലോകത്ത് വരാനുമില്ല, വന്നിട്ടുമില്ല. അവരുടെ കൃത്യമായ മിഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പൂർത്തീകരിച്ച് അത് നെക്സ്റ്റ് ജനറേഷൻ, സ്വഹാബ കഴിഞ്ഞിട്ടുള്ള അടുത്ത ജനറേഷനിലേക്ക് കൃത്യമായി അവർ പകർന്നിട്ടുണ്ട്. സ്വഹാബത്തിന് മൊത്തം ജനറേഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ സ്വഹാബത്തിലെ ഏറ്റവും ഉത്തമരായ 4 വിഭാഗം ആളുകൾ, അവരുടെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. 30ഓളം വർഷമായിരുന്നു ഖിലാഫത്ത് ഉണ്ടായിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണം, ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണം, അലി റളിയല്ലാഹുവിന്റെ ഭരണം. ഇങ്ങനെയുള്ള ആ ഒരു 30 വർഷം, ആ വർഷത്തിൽ
അവര് നിബിധങ്ങൾ കാണിച്ചു തന്നതിനെ ജീവിതത്തിൽ 4 പേരും പകർത്തി. ഒരാൾ കൊണ്ടുവന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെത് ഉമർ റളിയല്ലാഹു കൊണ്ട് നടന്നു, ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു അലി റളിയല്ലാഹു. ഇങ്ങനെ 30 വർഷത്തോളം അവര് അത് സമ്പൂർണമായി അതിനെ പാലിച്ച് പരിപാലിച്ച് അടുത്ത ജനറേഷന് കൊടുത്തു. അവരാണ് തുബ്ബാ, താബിഈങ്ങൾ. അപ്പൊ സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ് താബിഈങ്ങൾ. ആ താബിഈങ്ങൾ വീണ്ടും അവരെ പിന്തുടർന്നു വന്ന താബിഈങ്ങൾ കൊടുത്തു. അവര് താബിഈങ്ങൾ. അപ്പൊ ഏകദേശം ഹിജ്റ 300 ഇനി നേരെ പകർത്തലുകളും കണ്ടുപകർത്തലുകളുടെയും കാലങ്ങൾ കഴിഞ്ഞു. 300-ന് ശേഷമായപ്പോഴേക്കും പിന്നെ ലോകത്തിന് വേറെ സ്ട്രക്ചറുകൾ രൂപപ്പെടാൻ തുടങ്ങി, രചനകൾ വരാൻ തുടങ്ങി, കിതാബുകൾ വരാൻ തുടങ്ങി, ഗുരുകുല സമ്പ്രദായങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ രീതികൾ വന്നു വന്ന് 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 നാം ഈ കാണുന്ന രീതിയിലൂടെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നേരെ കാണാതെ സിസ്റ്റങ്ങളോട് സംസാരിച്ചു കൊണ്ടുള്ള ആ വൈജ്ഞാനിക പ്രചരണ പഠന പാഠന രീതി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ കണ്ടുപകർത്തി, കേട്ടുപകർത്തി, അറിഞ്ഞു പകർത്തി, അങ്ങനെ പകർത്തി വന്നു. പിന്നീട് വന്നപ്പോൾ നിബിധങ്ങൾ കഴിഞ്ഞ് സ്വഹാബത്തായിരുന്ന സമയത്ത് അവർ നടപ്പിലാക്കലായിരുന്നു. അവർ പുതിയത് ചെയ്യല്ല. നിബിധങ്ങൾ കാണിച്ചു തന്നതിനെ അവരെന്ത് ചെയ്യുക, അവരങ്ങനെ നടപ്പിലാക്കി വരിക. നബിതങ്ങൾ എന്താ ചെയ്തത്? നബിതങ്ങൾ അങ്ങനെ അതിലൂടെ നടക്കുക, സ്വഹാബത്തോ അത് നടപ്പിലാക്കുക. താബിഈങ്ങളോ അവരത് പകർന്നു കൊടുക്കുക, പകർത്തി കൊടുക്കുക. അടുത്ത താബിഈങ്ങളോ അവര് എല്ലാം കൂടെ ഉണ്ട്, പഠിപ്പിക്കലും പഠനങ്ങളും മാർഗന്വേഷിക്കലും എല്ലാം കൂടെ വന്നു. പിന്നെ 300 കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അത് എഴുത്തായി, എഴുത്തി പഠിപ്പിക്കലായി, കണ്ടുപഠിപ്പിക്കലായി, പിന്നെ അതിൻ്റെ രീതികൾ ഇങ്ങനെ മാറാൻ തുടങ്ങി. അപ്പോൾ ആ വൈജ്ഞാനിക ശൃംഖലയിൽ ഉള്ള എല്ലാവർക്കും ഇവിടെ സ്വലാത്താ. അതാണ് നബിതങ്ങൾക്ക് സ്വലാത്ത്. അവിടുത്തെ ശരീരം കൊണ്ടും അവിടുത്തെ രക്തം കൊണ്ടും ചോര കൊണ്ടും അവിടുന്ന് പകർത്തിയ അവിടുത്തെ രക്തബന്ധമുള്ള അവിടുത്തെ കുടുംബക്കാർ, രക്തബന്ധത്തെക്കാൾ അല്ലെങ്കിൽ രക്തബന്ധത്തിന് സമാനരീതിയിൽ ബന്ധമുള്ള അവിടുത്തെ സ്വഹാബത്ത്, അവരെ പകർത്തിയ താബിഈങ്ങളുടെ ഒരു ശൃംഖല നാം പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ താബിഈങ്ങളായിട്ട് വരും അല്ലെ? ഒരു കാലഘട്ടത്തിൽ ഹിജ്റ 12-ാം നൂറ്റാണ്ട് ബഹുമാനപ്പെട്ട മുഹദ്ദിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പകർത്തി അവിടെ ശിഷ്യന്മാർ മുഖേന ഹാജാത്തങ്ങളിലേക്ക് അങ്ങനെ വന്ന് ഒരുപാട് ഷാഫി ഇമാമിന്റെ അതിന് മുമ്പുള്ള രീതിയിൽ ഷാഫി ഇമാമിന്റെ പകർത്തലുകൾ വന്നു. അവിടെ ശിഷ്യന്മാർ പകർത്തി ഇങ്ങോട്ട് എത്തിക്കണ്ട് അതിലിങ്ങനെ വന്ന് നമ്മുടെ സമസ്തയുടെ ആദരണീയരായ നേതാക്കളെത്തി, ബഹുമാനപ്പെട്ട ഉസ്താദെത്തി, ഖമറുലുലമയെത്തി, ഖമറുലുലമയുടെ അവിടെ ശിഷ്യന്മാരെത്തി, അവരിൽ നിന്ന് ഖമറുലുലമയിൽ നിന്ന് വിനീതനായ എനിക്ക് കിട്ടിയെന്നില്ല നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നമ്മളൊക്കെ ആ താബ് എന്നതിൽ എന്ത് ചെയ്യപ്പെടും. അപ്പൊ ആ സ്വലാത്തൊക്കെ നമുക്കും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ സ്വലാത്ത്, അള്ളാഹിന്റെ സ്വലാത്തിലൊക്കെ അത് നമുക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മഖ്ദൂദ് തങ്ങൾ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു താബിഈങ്ങളിലാണ് ആയിട്ടാണ് നമുക്കും പ്രാർത്ഥിച്ചിട്ടുള്ളത്. വില എന്ന് പറഞ്ഞാൽ സീംലെസ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട്, തുടർച്ചയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഇപ്പറഞ്ഞ താബിഈങ്ങളുടെ മേലും സ്വഹാബത്തിന്റെ മേലും കുടുംബങ്ങളുടെ മേലും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പൊ അതിൽ സ്വഹാബി എന്നുള്ളത് ആർജിച്ചെടുക്കാൻ പറ്റുന്നതല്ല, അത് നിശ്ചിതമായ ഒരു കമ്മ്യൂണിറ്റി അത് അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകന്മാരും നിശ്ചിതമായ കമ്മ്യൂണിറ്റി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കണക്ക് പ്രകാരം ലോകത്തുള്ള പ്രവാചകന്മാരുടെ അത്ര എണ്ണം സ്വഹാബത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളത് 1,24,224 എന്ന് പറയുന്ന ആ പ്രവാചകന്മാരുടെ എണ്ണം അത്തരം സ്വഹാബത്ത് ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ശേഷമുള്ള താബിഈങ്ങൾ അവർ ധാരാളം എണ്ണങ്ങളുണ്ട്. പിന്നെയുള്ള താബിഈങ്ങളൊക്കെ എണ്ണം കൂടുതലാണ്, വണ്ണം കുറവായിരിക്കും അല്ലെ? ഓരോ ജനറേഷനിലും കൂടുകയാണ്. സ്വഹാബത്തിന് ശേഷം വന്ന ജനറേഷൻ കൂടുതൽ, ഇപ്പോൾ ഉള്ള ആളുകൾ ജനറേഷനൊക്കെ കൂടുതലാണ്. പക്ഷെ നമ്മളെല്ലാവരും കൂടെ ചേർന്നാലും ആരെത്തെത്തൂല, സ്വഹാബികൾ തെത്തൂല. ഔലിയാക്കൾ എല്ലാവരും ചേർന്നാലും സ്വഹാബിന്റെ എത്തൂല. സ്വഹാബാക്കൾ എല്ലാവരും ചേർന്നാലും ഒരു നബീന്റെ അടുത്ത് എത്തൂല. എല്ലാ നബിമാര് ചേർന്നാലും മുത്തുനബിയുടെ അരികില് എത്തൂല. അപ്പൊ മുത്തുനബിയും നമ്മളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് അജഗജാന്തരം എന്നൊന്നും പറഞ്ഞാൽ പോരാ. അള്ളാഹു ജല്ല ജലാലുഹു ഹക്ക് മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ
നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും അതിന് നന്ദി കാണിക്കാനും അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ